ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ഇന്ന് നാടെങ്ങും വിപുലമായി ആഘോഷിക്കുകയാണ്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ വൈകിട്ട് 6:30 നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതേസമയം വർക്കല ശിവഗിരി മഠത്തിൽ ശ്രീ നാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവാണ് ഗുരുദേവനെന്ന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ നിന്ന് ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എങ്ങനെയാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, അതിവിപുലമായ പരിപാടി തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുകുലം ചെമ്പഴന്തിയിലാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജയന്തി ആഘോഷം അതിവിപുലമായി കൊണ്ടാടുകയാണ്. വലിയ ഭക്തജനത്തിരക്കാണ് പുലർച്ചെ മുതൽ ഇവിടെയുള്ളത്. രാവിലെ തൊട്ട് മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പൂജകൾ ചടങ്ങുകൾ നടന്നു എന്നത് തന്നെയാണ്. കൂടാതെ വിശേഷാൽ പൂജ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്നു. സമൂഹ പ്രാർത്ഥനയുണ്ടായിരുന്നു. സമയത്തിനകം ശ്രീനാരായണ ദാർശനിക സമ്മേളനം ഉണ്ടാകും. ആ പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ തൃപ്പൂണിത്തുറയിൽ ഉൾപ്പെടെ ഇതേ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് നിലവിൽ ഇവിടെ പങ്കെടുക്കില്ല എന്നൊരു വിവരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഈ പരിപാടിയിൽ അഡ്വക്കേറ്റ് A റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. തുടർന്ന് വൈകുന്നേരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ നടക്കുക. അതിവിപുലമായ ചടങ്ങുകളോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മഹാഗണപതി ഹോമം, സമൂഹ പ്രാർത്ഥന ഉൾപ്പെടെ ഇന്ന് പുലർച്ചെയുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനു വേണ്ടിയും അനുഗ്രഹ പുണ്യത്തിനു വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉൾപ്പെടെ ഇവിടെ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തുകയും ഇവിടെ വന്ന് ഗുരുവിന്റെ അനുഗ്രഹ വർണ്ണാഭമായി തന്നെയാണ് ഇത്തവണയും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. ദിസ്ന സുരേഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.